വിഷമിച്ചാകട്ടെ. ഇന്ന് സഭ കുർബാനയുടെ വിഷയത്തിൽ തെരുവിൽ തല്ലിനിറങ്ങുമ്പോൾ തെരുവ് ഗുണ്ടകളെ പോലെയാണോ ഈശോ പഠിപ്പിച്ചത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് പറഞ്ഞ് കുരിശിൽ തന്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും ആ കുന്തം കൊണ്ട് കുത്തിയ പടല് പോലും കാഴ്ച കൊടുത്ത് യേശു സ്നേഹിച്ചതുപോലെയല്ലേ നമ്മൾ ലോകത്തിലെ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? സ്വന്തം സഭയിൽ തന്നെ പീഡനമൊരുങ്ങുമ്പോൾ ഇവിടെ BJP അല്ല സ്വന്തം സഭയ്ക്ക് ശത്രുവായിട്ട് നിൽക്കുന്നത്. സ്വന്തം ആൾക്കാർ തന്നെയാണ് ഈ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. കുന്തം കൊണ്ട് കുത്തിയത് യൂതന്മാർ സ്വന്തം സമൂഹത്തിലെ യേശുവിനെ കുത്തിയതുപോലെ ഇന്ന് സ്വന്തം സഹോദരനെ സ്വന്തം വീട്ടിൽ തന്നെയാണ് കുത്തുന്നത്. നമുക്ക് അന്ത്യവിധയിൽ യേശു പറഞ്ഞതുപോലെ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ ദാഹിക്കുന്നതായിരുന്നു, നിങ്ങൾ കുടിക്കാമെന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ ഭവനത്തിൽ സ്വീകരിച്ചു. ഞാൻ കരവിറ്റിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അന്ത്യവിധിയിൽ നമ്മൾ യേശുവിന്റെ രണ്ടാം വരവ് കാണുമ്പോൾ എബ്രായ 9:20 പറയുന്ന പോലെ അവൻ വീണ്ടും വരും, പാവപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷകളും കാത്തിനും രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഈ തീവ്രവാദികളെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? കേവലം ഒരു കുർബാനയുടെ വിഷയമാണ്. പെന്തക്കോസ്തുകാർ കളിയാക്കുന്നത് പോലെ കുർബാന പരിശുദ്ധാത്മാവിൽ നിവേശിതമല്ല എന്ന് പറയുമ്പോൾ, അപ്പം നുറുക്കൽ ശുശ്രൂഷയാണ്, അത് ഭവനത്തിൽ നടത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിനെല്ലാം നമ്മൾ ശരിയാകുന്ന വിധത്തിലല്ലേ ഈ പെരുമാറുന്നത്? അതുകൊണ്ട് എത്രയും വേഗം കുർബാന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണം. മാർപ്പാപ്പയും കർദ്ദിനാളെയും മെത്രാനെയും അനുസരിച്ചില്ലെങ്കിൽ വികാരിച്ചനെ അനുസരിക്കാൻ ജനം കൂട്ടാകുന്നു. ജനം അനുസരിച്ചില്ലെങ്കിൽ വികാരിച്ചന് എന്തു പറയാൻ സാധിക്കും? 1 രാജാക്കന്മാർ 12 ഏലിയ പ്രവാചകൻ ബാൽ ദേവന്മാരെ വെല്ലുവിളിച്ചതുപോലെ അന്ന് 450 ബാൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. 450 അച്ഛന്മാർ ഇന്ന് വെല്ലുവിളിക്കുമ്പോൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധ്യമാണോ? ശരിയായിട്ടുള്ള കുർബാന ഏതാണെങ്കിൽ ബലിയിടത്തിൽ അഗ്നി ഇറങ്ങി കാണുന്ന ബലിയാണ് ശരിയായ ബലിയെന്ന് ചങ്കുറ്റത്തോടെ അച്ഛന്മാർക്ക് ബലിയർപ്പിച്ച് അഗ്നി ഇറക്കാൻ സാധിക്കുമോ? മെത്രാന്മാർക്കും കർദ്ദിനാൾമാർക്കും അതാണ് ശരിയായ ബലിയെന്ന് ജനങ്ങൾ വിശ്വസിക്കട്ടെ. ഇങ്ങനെ ഈ ലോകത്ത് അനിയ സഫിറ ദമ്പതിമാരുടെ കഥ നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചപ്പോൾ അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു വീഴും. നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു വീഴും. കൊറോണയെ പ്രതിരോധിക്കാൻ നമ്മുടെ കുർബാനയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ അഗ്നി ഇറങ്ങിയില്ല എന്നല്ലേ അർത്ഥം? അരയത്തി പെണ്ണ് പഴിച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. ക്രിസ്ത്യാനി പെണ്ണ് പഴിച്ചുപോയി. കുർബാന കൊറോണയായെന്ന് പറയാതെ നമ്മൾ സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കണം. ചില തീവ്രവാദികളുടെ അജണ്ടയായി കുർബാനയെ മാറ്റി സഭയെ ഒറ്റുകൊടുക്കരുത്. യുദാസിനെ പോലെ 30 വെള്ളിക്കാശിന് വേണ്ടി. കുർബാന നമ്മുടെ ശരീരമാണ് ആക്കേണ്ടത്. ശരീരത്തിൽ യേശു ഇല്ലെങ്കിൽ നിന്റെ മുഖം പെണ്ണുഷോക്കും മണ്ണുഷോക്കും മത്സ്യഷോക്കിൻ്റെതാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൃപ ഒരു ഓറാ കൾച്ചറിലായിരിക്കില്ല നീ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ യുദാസ് 1:19 പറഞ്ഞ പോലെ കേവലം ലൗകികവും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും ഇതിനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഷോക്കുണ്ടാകട്ടെ. അല്പനേരം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന്റെ ഷോക്ക് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കുർബാന വിഷയത്തിൽ ദൈവത്തിന്റെ കൽപ്പന, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എല്ലാം മനുഷ്യർക്ക്, പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ സഭ വീണ്ടും കത്തിപ്പടരട്ടെ. ആദിമ സഭയിൽ കത്തിപ്പടർന്നതുപോലെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? 1 യോഹന്നാൻ 4:20 പറയുന്ന പോലെ ടിവിയിലും മറ്റും നമ്മുടെ സഹോദരനെ അടിച്ചിട്ട് വലിയ വീരവാദം മുഴക്കുമ്പോൾ സാത്താന്റെ ബലിയാണ് നീ പിന്തുടർന്ന് ഓർക്കുക. ദൈവത്തിന്റെ ബലി അത് പാപമോചനത്തിനുള്ളതാണ്, പാപം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ദൈവം